ഒരു വയനാട് സ്റ്റൈൽ പോത്തുങ്കാലാണ് നമ്മൾ ഇന്ന് സെറ്റാക്കാനായിട്ട് പോകുന്നത്. നല്ല നെയ്ച്ചോറും പപ്പടമൊക്കെ കൂട്ടിയിട്ട് അടിക്കാന്ന് വിചാരിച്ചു. കാല് സെറ്റാക്കി തന്നത് നമ്മുടെ കോടൂര് സ്വദേശിയും വടക്കേമണ്ണയിൽ ബീഫ് സ്റ്റോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ സെഹിൽ അറവുകളാണ് നമുക്ക് ഈ കാര്യങ്ങൾ റെഡിയാക്കി തന്നത്. ആദ്യ കലാപരിപാടിയാണ് ഈ സാധനം എടുത്ത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് റെഡിയാക്കുക എന്നുള്ളത്. മഴക്കായതുകൊണ്ട് ആ പരിപാടി അങ്ങോട്ട് പെട്ടെന്ന് കഴിഞ്ഞു. മസാല റെഡിയാക്കാൻ പോവാണ്, നോട്ട് ചെയ്ത് വെച്ചോളി. കുറച്ച് മുളക് പൊടി, ആവശ്യത്തിന് കാശ്മീരി മുളക് പൊടി, കുറച്ച് അധികം മല്ലിപ്പൊടി, ആവശ്യത്തിന് ബീഫ് മസാല, മഞ്ഞപ്പൊടി, കുരുമുളക് പൊടി, കുറച്ച് ഉപ്പിട്ട് നല്ല ജീരകം മിക്സിയിലിട്ട് അടിക്കാൻ കൊടുക്കുക. ചെറിയ ഉള്ളി കുറച്ച് അധികം ഇടാൻ മറക്കണ്ട. ആവശ്യത്തിന് കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചും കൂടി എടുത്തിട്ട് കുത്തി കൊടുത്തിട്ട് അതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ സംഗതി റെഡിയാണ്. വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വലിയുള്ളി ഇട്ടാൽ യാതൊരു പ്രശ്നവുമില്ല. മസാല ഇങ്ങോട്ട് നന്നായിട്ട് അറഞ്ച പുറഞ്ഞ് സെറ്റാക്കി നമ്മുടെ ചെമ്പട്ടിയിൽ ഏകദേശം ഫുൾ ആവുന്നത് വരെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. രാവിലെ 8 മണിക്കാണ് ഞാൻ അടുപ്പത്ത് കയറ്റുന്നത്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, വിറകടുപ്പ് മസ്റ്റ് ആണ് കേട്ടോ. ഓവറായിട്ട് കത്തിച്ച് കൊളാക്കരുത്. സംഗതി സ്ലോവിൽ നടക്കണം കേട്ടോ. സമയം ഉച്ചക്ക് 3 മണി, ഏകദേശം 7 മണിക്കൂറോളം കഴിഞ്ഞിട്ടുള്ള റിസൾട്ടാണ് മക്കൾ. നെയ്ച്ചോറ് ആയതുകൊണ്ട് അതിൽ കുറച്ച് ഗ്രേവി വെച്ചിട്ടുണ്ട്. പോത്തുങ്കാല് കഴിക്കാൻ നമ്മുടെ ചെക്കന്മാര് നമ്മുടെ കൂടെയുണ്ട്. വലിയൊരു തളികെടുക്കുക, അതിലേക്ക് നെയ്ച്ചോറ് കൊട്ടുക, അതിന്റെ മേലെ നമ്മുടെ താരമായ പോത്തുങ്കാലും കൂടി ഇട്ട് കൊടുക്കും. നെയ്ച്ചോറാണെങ്കിൽ പപ്പടം മസ്റ്റ് ആണല്ലോ, അതിന്റെ കൂടെ കുറച്ച് സലാഡും കൂടി ഒഴിച്ചു കൊടുത്താൽ സംഗതി റെഡിയാണ് മക്കൾ. ഇനി നെയ്ച്ചോറല്ല പൊറോട്ട ആണെങ്കിലും ഇത് അതിഗംഭീരാവട്ടോ. സത്യം പറയാണ്, ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയില്ല, ഒരു മസ്റ്റ് 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 ട്രൈ ആയിട്ടാണ്. നെയ്ച്ചോറും പപ്പടും സലാഡും ഗ്രേവിയൊക്കെ കൂട്ടടിക്കുമ്പോൾ എൻ്റെ മോനെ ഒരു രക്ഷയിലേക്ക് എടുക്കാച്ച് കിറുമാണി ജിഞ്ചിന്നാക്കടെ ഐറ്റം മസ്റ്റ് ട്രൈ ആണ്. നമ്മൾ ഉണ്ടാക്കിയ മസാലയിൽ വെച്ച് നിങ്ങൾ ഉണ്ടാക്കി നോക്കി എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്.